ഹലോ പ്രിയപ്പെട്ടവരെ, എമ്പുരാനിലെ വില്ലനെ കണ്ടുപിടിച്ച് സിനിമാ ലോകം ആ ഡ്രാഗൺമാനായി വരുന്നത് ആരായിരിക്കും? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, വീഡിയോ കാണുന്നവർ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനമാകും. ലോകമെമ്പാടുമുള്ള സിനിമാ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം പാർട്ടായി വരുന്ന എമ്പുരാൻ എന്ന ചിത്രം ഇതിനോടകം തന്നെ ബുക്കിംഗ് ചാർട്ടുകളിലെല്ലാം റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ചിത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രീസെയിൽ വിറ്റുവരവിൽ ചിത്രം ഇതിനോടകം തന്നെ 63 കോടിയോളം കളക്ട് ചെയ്തെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എമ്പുരാന്റെ ടീം പുറത്തുവിടുന്ന ഓരോ പോസ്റ്ററുകളും ആരാധകർ വലിയ തോതിലാണ് സ്വീകരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം എമ്പുരാൻ ടീം പുറത്തുവിട്ട ഡ്രാഗൺമാൻ്റെ പുതിയ പോസ്റ്ററാണ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ആ പുറം തിരിഞ്ഞു നിൽക്കുന്ന ഡ്രാഗൺമാൻ ആരാണെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാൽ പല ആരാധക കൂട്ടങ്ങളും പറയുന്നത് അത് റിക് യുൻ എന്ന അമേരിക്കൻ ആക്ടർ ആണെന്നാണ്. പക്ഷേ ചിലർ പറയുന്നത് ഇന്ത്യൻ ആക്ടറായ അമീർ ഖാൻ ആണെന്ന്. എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഉറച്ചു പറയുന്ന ഒരു പേര് അമേരിക്കൻ ആക്ടറായ റിക് യുനിൻ്റെയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമ സീരീസിലും ജെയിംസ് ബോണ്ട് സിനിമകളിലും പ്രധാന വേഷത്തിൽ റിക് യുൻ എന്ന ഈ അമേരിക്കൻ ആക്ടർ എത്തിയിട്ടുണ്ട്. റിക് യുൻ പോലെയുള്ള ലോക ശ്രദ്ധ നേടിയ ആക്ടേഴ്സ് എമ്പുരാൻ സിനിമയിൽ എത്തുന്നതോടുകൂടി സിനിമ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാനും സാധ്യത ഏറെയാണ്. ചിലപ്പോൾ ചിത്രം എത്തുന്ന ദിവസം തന്നെ 100 കോടി കളക്ഷൻ നേടാനും സാധ്യത ഏറെയാണ്. കാരണം ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ 63 കോടിയോളം എത്തി നിൽക്കുകയാണ്. കൂടാതെ വരും ദിവസങ്ങളിൽ ചിത്രത്തിൻ്റെ കളക്ഷൻ സിനിമ റിലീസാവുന്നതിന് മുന്നേ തന്നെ 100 കോടിയോളം എത്താനും സാധ്യതയേറെയാണ്. എമ്പുരാനിൽ അഭിനയിച്ച അഭിമന്യു സിംഗ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഇന്ത്യയിൽ 2025 ഇറങ്ങാൻ പോകുന്ന ഏറ്റവും കൂടിയ മുതൽ മുടക്കിൽ ഷൂട്ട് ചെയ്ത ചിത്രമാണ് എമ്പുരാൻ എന്നാണ്. കാരണം ചിത്രത്തിലെ ഓരോ സീനുകളും വലിയ മുതൽ മുടക്കിലാണ് ഷൂട്ട് ചെയ്തത്. ബോംബ് ബ്ലാസ്റ്റിങ്ങും ചേസ് സീനുകളും സംഘടന രംഗങ്ങളും എല്ലാം വലിയ മുതൽ മുടക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പൃഥ്വിയും മോഹൻലാലും ഉൾപ്പെടെ നടത്തുന്ന ഇൻ്റർവ്യൂകൾ വലിയ ഹിറ്റായി മാറുകയുമാണ്. എന്തായാലും മാർച്ച് 27 റിലീസാവാൻ പോകുന്ന എമ്പുരാൻ എന്ന ചിത്രം മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ വലിയ മുതൽ മുടക്കിലെത്തുന്ന ചിത്രം കൂടിയാണ്. എന്താണ് എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്